പുതുതായിട്ട് കുറേ ആളുകൾ ജോയിൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ പുതിയ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിന് ഒരു അപ്ഡേഷൻ കിട്ടണമല്ലോ. അതിനാണ് ഇപ്പം ഞാനിവിടെ 4 വോയിസ് ഇട്ടുള്ളത്. ഇത് 3 വ്യക്തികളുടെ വോയിസാണ്. അതായത് നമ്മളെ അമൽ എന്ന് പറയുന്ന ആള് നമ്മളെ ഗ്രൂപ്പിലുണ്ട്. ഞാൻ അദ്ദേഹത്തെ നമ്മളെ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആക്കിയിരുന്നു, ഇത് നിയന്ത്രിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതായത് ഇഖ്റ ഗ്രൂപ്പിന്റെ സർവാധിപതിയായിരുന്ന വ്യക്തിയാണ് ഈ അമല്. ആ അമലിന്റെ ചോദ്യത്തിനാണ് ലാസ്റ്റ് നമ്മൾ മറുപടിയും പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നിലപാട് എത്രമാത്രം വികൃതമായ നിലപാടാണ്, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ എത്രമാത്രം ചെളി വരണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഞാൻ 2 വ്യക്തികളെ കുറിച്ച് മാത്രമേ അവസാനം വിലയിരുത്തേണ്ടതുണ്ടായിരുന്നുള്ളൂ. അത് ഒന്ന് അമലാണ്, രണ്ടാമത്തേത് നിശാബാണ്. 2 പേരും ഈ ഗ്രൂപ്പിലുണ്ട്. അമൽ എന്ന് പറയുന്ന വ്യക്തി ആരാണ് എന്ന് 100% ഇവിടെ എക്സ്പോസ്ഡ്, 100% അയാൾ എക്സ്പോസ്ഡ്. എന്താണ് അയാൾ സാധനം എന്നുള്ളത് ഇവിടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നത്. ആളുകൾക്കും വ്യക്തമായി അമൽ എന്താണ് സാധനം എന്ന് ആളുകൾക്കും വ്യക്തമായി. അമലിനെ ചോദ്യം ചെയ്യാൻ ആളുകളുണ്ടായി എന്നതാണ് മുകളിലുള്ള 2 വോയിസ്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരൊന്നല്ല, നല്ല ബുദ്ധിയും തൻ്റെടും തികവുള്ള ആൾക്കാരാണ്. ഞഞ്ഞാവിഞ്ഞാ വർത്താനം പറഞ്ഞ ആൾക്കാരല്ല. ഇദ്ദേഹം ഒരു ഡോക്ടറാണ്, ബുദ്ധിയും നിലവാരമുള്ള ആൾക്കാരാണ്. അവരൊക്കെ ഈ വിഷയത്തെ വിലയിരുത്തുന്നത് എങ്ങനെ ഈ അമലിനോടൊന്നും ഇവർ തന്നെ സംസാരിക്കാൻ തന്നെ പോകാൻ പാടില്ല. പക്ഷെ അമൽ കാണിക്കുന്ന നെറികേട് അത് ചോദ്യം ചെയ്യാൻ ആൺകുട്ടികളുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തെയും പുറത്താക്കി. ഇന്നിപ്പോ ഞാൻ അവിടെ വോയിസ് ഇട്ട്, എവിടെ ഈ അമൽ കൊണ്ടു നടക്കുന്ന ഗ്രൂപ്പുണ്ട്, ഇഖ്റ ഗ്രൂപ്പില് ഞാൻ വോയിസ് ഇട്ടു. ഞാൻ ഇന്നലെ അതിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചിരുന്നു. വീണ്ടും എന്നെ ആഡ് ചെയ്ത ആൾക്കാർ. ഞാൻ ചോദിച്ചു എന്തിനാ ഞാൻ ലെഫ്റ്റ് അടിച്ചിട്ട് പിന്നെ നിങ്ങൾ ആഡ് ചെയ്ത് എന്തിനാ എന്ന് ചോദിച്ചു. അങ്ങനെ 1-2 വോയിസ് ഇട്ടു. ആ വോയിസ് ഇട്ടതോടുകൂടി അവർക്ക് പറ്റാത്തതുകൊണ്ട് എന്നെ വീണ്ടും അതിന് ഒഴിവാക്കിയെന്നാ. ഏതായാലും അഡ്മിൻ ഓൺലി ആയിട്ടുണ്ട്, ഞാൻ പുറത്തു ആയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. ആ വോയിസുകളൊക്കെ അതിന് ഡിലീറ്റ് ആക്കി. ഈ ഗ്രൂപ്പിന്റെ ലിങ്ക് അവിടെ കൊണ്ടുവന്നപ്പോൾ അതും ഡിലീറ്റ് ആക്കി. അങ്ങനെ ആരെയാണ് നിങ്ങൾ ഈ പേടിക്കുന്നത്? ഇൽമിനെ നിങ്ങൾ ആരാളെ പിടിച്ചു വെക്കാൻ വിചാരിച്ചിട്ടുള്ളത്? നിങ്ങൾ ഈ മലവെള്ളച്ചാട്ടത്തിനെ ഈ മണൽച്ചിറ കൊണ്ട് തടയാനാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അത് നിങ്ങൾക്ക് നടക്കലുണ്ടാവില്ല കേട്ടാ. അത് ഏതായിരുന്നാലും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആളുകൾക്കൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഈ പറഞ്ഞിട്ട വ്യക്തികളൊക്കെ വിസ്ഡത്തിന്റെ ആൾക്കാരാ. മനസ്സിലായി നിങ്ങൾക്ക്? ഇതൊക്കെ വിസ്ഡത്തിന്റെ ഒറിജിനൽ, വിസ്ഡത്തിന് ചായവുള്ള വിസ്ഡം എന്ന് പറഞ്ഞ പ്രസ്ഥാനം അവിടെ നന്നായി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായ ആളുകളായി ഈ പ്രതികരിച്ചതൊക്കെ അത് മനസ്സിലാക്കിക്കോ. നിങ്ങളെ കാലിന്റെ ചോട്ടുന്ന എത്രത്തോളം മണ്ണ് ഒഴുകി പോകുന്നുണ്ട് എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞോ? അമലിനോടാ പറയുന്നത്. അമൽ എന്ന് പറഞ്ഞ ഒരു മഫ് സാധനമാണെന്ന് എനിക്ക് അറിയാം, പണ്ടേ അറിയാം എനിക്ക്. പക്ഷേ അദ്ദേഹം ഇത് നിയന്ത്രിച്ച് കൊണ്ടു നടക്കുമ്പോൾ പിന്നെ ഞാൻ മൂപ്പരെ ബഹുമാനിക്കണമല്ലോ. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ട അപ്പുറത്ത് ബഹുമാനിച്ചു. എന്നിട്ട് എന്നെ അയാൾ ചതിച്ചു, വഞ്ചിച്ചു, കടുത്ത വഞ്ചന നടത്തിയിരിക്കുകയാണ്. വിസ്ഡത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കൂലിപ്പണി ചെയ്യുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിസ്ഡത്തിന് ഞാൻ പൊളിച്ച് കൈയടക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ കാണിച്ചു തരാം. രണ്ടാമതൊരു വ്യക്തി ഉണ്ടാകും, അതാണ് നിശാബ്. നിശാബിനെ മാത്രമേ 100% എക്സ്പോസ്ഡ് ആകാത്തേ ഉള്ളൂ. 75% ആരാണ് നിശാബ് എന്ന് എനിക്ക് മനസ്സിലായി. ഇനി 25% ബാക്കിയുണ്ട്. അതും കൂടി പുറത്ത് വന്നതിന് ശേഷം അതും ഞാൻ തീരുമാനിക്കും ഇവിടെ ഇൻഷാ അല്ലാഹ്. ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരുന്ന അമൽ ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ള നിലപാട്, അദ്ദേഹത്തിനെ കുറിച്ചുള്ള എൻ്റെ വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ നിലവാരം തറയോളം തരം താഴ്ന്ന സ്ഥിതിക്ക് ഇനി അദ്ദേഹവുമായി ഈ വിഷയത്തിൽ യാതൊരു ബന്ധവും എനിക്കുണ്ടാവുകയില്ല എന്നും കൂടി ഞാനിവിടെ പറയുകയാണ്. എനിക്കൊന്നുകൂടി പറയാനുണ്ട്. എന്റെ കാര്യത്തിൽ ഇത്രയധികം പ്രകോപനപരമായ കാര്യങ്ങൾ ഉണ്ടായിട്ട് അമല് ഈ നിമിഷം വരേക്കും ഇത്തരം ആളുകളെ സംരക്ഷിക്കുകയും പോറ്റുകയും വളർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നെ നിങ്ങൾ എത്രത്തോളം പ്രകോപിപ്പിക്കുന്നു അത്രത്തോളം നഷ്ടം നിങ്ങൾക്കുണ്ടാക്കാൻ എനിക്ക് കഴിയും. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ്, ജിന്നി ചർച്ച വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ശരിയായ നിലയ്ക്ക് പൊതുമണ്ഡലത്തിൽ ശരിയായ സലഫി ദഅവത്ത് കൊണ്ടുവരുന്ന, പൊതുമണ്ഡലത്തിൽ പ്രഭാഷണങ്ങളും മുഖാമുഖങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന നമ്മളെ ഫൈസൽ മുസ്ലിയാരെ പോലെയുള്ള കുറച്ച് ആൾക്കാരാണ്. അതിന് പിന്തുണ വയ്ക്കുന്ന ഇവിടുത്തെ വിസ്ഡത്തിന്റെ ആളുകളാണ്. അതുകൊണ്ട് അഹ്ലുസുന്നത്തിനോട് കുറച്ചും കൂടി അടുത്തു നിൽക്കുന്ന അവരാണ് എന്നതിനാൽ ഞങ്ങൾക്കൊക്കെ എനിക്ക് ആ ഒരു സംവിധാനത്തോട് ഒരു അല്പം അറ്റാച്ച്മെന്റ് ഉണ്ട് എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിസ്ഡത്തിന്റെ തലപ്പത്തുള്ള നേതൃനിരയിലുള്ളവരായ ആളുകളുടെ കുതന്ത്രങ്ങളും കുരുഷ്ടുകളും ഒക്കെ പണ്ടേ എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ അതുമായിട്ട് ഞാൻ സംഘടനാപരമായ ഒരു ബന്ധത്തിൽ നിൽക്കാറില്ല. അത് പണ്ടേ കീറി എറിഞ്ഞിട്ടുള്ള കാര്യമാണ്. പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, എന്തേ നിങ്ങൾക്ക് ഈ വിസ്ഡവുമായി
അവരാണ് കൂടുതൽ യോഗ്യന്മാരെങ്കിൽ അവരോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് എന്താ കുഴപ്പം എന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതിന് മറുപടി അവസാനം പറയാമെന്ന് വെച്ചതാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് ഈ വിസ്ഡത്തിന്റെ ആളുകൾ ഇവിടെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ? ഇവരുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോ ഇവരുടെ നിലപാടുകൾ എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് വ്യക്തമായില്ലേ? എന്നെ പോലുള്ള ആളുകളെ ഏകദേശം 2, 3, 4 വർഷമായി കൊണ്ടു നടന്നവർ നിഷ്കരണം എടുത്ത് പുറത്തേക്ക് ഇടുക. എന്തിന്? ഇവരുടെ സംഘടനാപരമായ കാര്യങ്ങൾക്ക് താല്പര്യത്തിന് യോജിക്കാത്ത കാര്യം ഞാൻ പറഞ്ഞു എന്നതല്ലാത്ത ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. ആ കാരണം കൊണ്ട് എന്നെ എടുത്ത് പുറത്തിട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇവരുടെ ഹിസ്ബിയത്തിന്റെ ഊക്കത്രണ്ട് എന്നല്ല. അതുകൊണ്ട് തന്നെ ഈ ഹിസ്ബിയത്തിനെ തല്ലി തകർക്കുക എന്നതാണ് ഇസ്ലാമിക ദഅവത്ത് ഇവിടെ നടക്കാൻ ഒന്നാമതായി വേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഹിസ്ബിയത്ത് ഇവിടെ പൊളിക്കണം. കാരണം നിങ്ങളുടെ കൂട്ടത്തിലുള്ള അണികളിൽ ഏകദേശം 85% ശരിയായ ഇസ്ലാമിക ദഅവത്തിനെ അംഗീകരിക്കുന്ന, ശരിയായ സലഫി റൂട്ടിനെ ഇഷ്ടപ്പെടുന്നവരായ ആളുകളാണ്. ആ 85%ത്തെ 13%കാരായ ആൾക്കാർ വിഴുങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ നേതൃത്വത്തിലുള്ള കുറെ ആളുകൾ, സംഘടനാപരമായ താല്പര്യമുള്ളവർ വിഴുങ്ങിയിരിക്കുന്നു. ഈ 85% ആളുകളെ വിമോചിപ്പിക്കുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യമാണ് ഇനി ഞങ്ങൾ നിർവഹിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ജിന്ന് വിഭാഗത്തിന്റെ നാൾവഴികൾ എന്തൊക്കെയാണ് എന്ന് എണ്ണി പറഞ്ഞതുപോലെ, അതുപോലെ സുബൈർ മങ്കടയുടെ പ്രശ്നം എന്താണെന്ന് നാൾവഴികൾ എണ്ണി പറഞ്ഞതുപോലെ, ഇവിടെ വിഷ്ഡം എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടുള്ള ആ അപശബ്ദമായ നിമിഷം ഉണ്ടല്ലോ, അഭിശബ്ദമായ നിമിഷം, ആ നിമിഷം മുതൽ ഇന്ന് വരെയുള്ള നിങ്ങളുടെ സംഘടനാപരവും നിങ്ങളുടെ ആദർശപരവുമായ മുഴുവൻ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് 1 by 1 ഞാൻ ഇവിടെ എണ്ണി പറയാൻ പോവുകയാണ്. നിങ്ങൾക്കുള്ള കുറവെന്താണ്, നിങ്ങളുടെ സംഘടനാപരമായ ദൗർബല്യങ്ങൾ എന്താണ്, നിങ്ങളുടെ ആദർശപരമായ ദൗർബല്യങ്ങൾ എന്താണ്, നിങ്ങളെ കൂടെ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താണ്, എല്ലാം വിശദീകരിക്കാൻ പോവാണ്. അതിന്റെ നാൾവഴികൾ മുഴുവനായി വിശദീകരിക്കാൻ പോവാണ്. അത് എന്റെ ബാധ്യതയാണ്. കാരണം അത്രമാത്രം വലിയ ക്രൂരത നിങ്ങൾ ഇപ്പൊ എന്നോട് ചെയ്തിട്ടുണ്ട്. ഇത് വിശദീകരിക്കണം ഞാൻ പണ്ടേ വിചാരിച്ചതാണ്. സക്കരിയ സലാഹി റഹിമഹുള്ള മരിക്കുന്നതിന് മുമ്പ് എന്നോട് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള 2002 മുതൽ നടന്നു പോയിട്ടുള്ള പ്രസ്ഥാനത്തിൽ വന്നു പോയിട്ടുള്ള ഈ പ്രശ്നങ്ങളെല്ലാം, അതിന്റെ നാളുവഴികൾ ഓരോന്ന് ചരിത്രപരമായി നിങ്ങൾ എഴുതി വെക്കണം എന്ന് എന്നോട് നിർദ്ദേശിക്കുകയുണ്ടായി. അവസാനം നിങ്ങൾ ഈ വിസ്തക്കാരായ ആളുകൾ പിന്തിരിഞ്ഞു പോകുന്ന കാലം വരെയുള്ള ആ സമയം വരെ ഉള്ള സംഗതികളൊക്കെ എഴുതി വെക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ട. അതിനിടയിൽ ഞങ്ങളുടെ ഇടയിൽ കുറച്ച് കുതന്ത്രക്കാരായ കുനുഷ്ഠികാരായ ആളുകൾ കയറി വരികയും അവരെല്ലാം കൂടി സലാഹിയെ വളഞ്ഞു പിടിച്ച് അദ്ദേഹത്തെ ഇറങ്ങേറാക്കുകയും ചെയ്തുകൊണ്ടാണ് ആ സംരംഭം നിന്നുപോയത്. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ ആ വസിയത്ത് ഇവിടെ നടപ്പാക്കുക എന്ന ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിന്റെ ഭാഗം കൂടിയാണ് ജിന്ന് വിവാദത്തിന്റെ നാൾവഴികൾ എന്തൊക്കെയാണെന്ന് ഇവിടെ വിശദീകരിക്കപ്പെട്ടത്. ഇനി ഇൻഷാ അല്ലാഹ് എന്താണ് വിസ്ഡം, അതുണ്ടായ സാധനം എവിടെന്നാണ് വന്നിട്ടുള്ളത്, എന്താണ് അതിന്റെ പോരായ്മ എന്നെല്ലാം സത്യസന്ധമായി ഞാൻ ഇവിടെ വിശദീകരിക്കാം. സ്പാൻ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ചർച്ച മുതൽ ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രൂഫോട് കൂടി ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ കൊണ്ടുവരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വിസ്ഡം, ജനങ്ങൾക്കവിടെ മനസ്സിലാവും. അണികൾ നിങ്ങളെ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന നിങ്ങളെ വഞ്ചന കാണിക്കുകയാണ് ഇതുവരെ ചെയ്തതെന്നുള്ളത് ജനങ്ങളെ മുമ്പിൽ ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ്. 100% സത്യസന്ധത, ഒരു കളവും ഞാൻ പറയില്ല. എനിക്ക് ഒരു കളവും പറയേണ്ടതില്ല, ഒരു കളവും ഇല്ലാതെ. കാരണം ഞാൻ ഒറ്റക്കാണ്, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങൾക്ക് പലതും ഇവിടെ നഷ്ടപ്പെടാനുണ്ട്. നിങ്ങൾ ആലോചിക്കേണ്ടിയിരുന്നു. ഈ മാതിരി കുതന്ത്രവും കുനട്ടും എന്റെ മുമ്പിൽ നിങ്ങൾ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടിയിരുന്നു. അന്ന് നിങ്ങൾ ആലോചിച്ചില്ല, ഇന്നും നിങ്ങൾ ആലോചിക്കുന്നില്ല. ഇന്നും നിങ്ങൾ ഈ കുതന്ത്രപ്പണിയായി മുന്നോട്ട് പോയാ. ഇനി ഞാൻ എന്താ നോക്കി നിൽക്കുന്നത്? നിങ്ങളോട് ഒരു കരുണയെ അർഹിക്കുന്ന ഒരു കരുണയും നിങ്ങൾ അർഹിക്കാത്തത് കൊണ്ട് നിങ്ങൾക്കും അതേപോലെ തന്നെ തിരിച്ചു തരാൻ, സത്യസന്ധമായി കാര്യങ്ങൾ തിരിച്ചു തരാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ള വേറൊരു കാര്യം, ആ ഇഖ്റ ഗ്രൂപ്പിൽ 3-4 വർഷമായി നിരന്തരമായി സംവാദം നടത്തിയത് ഞാനും ശംസുദ്ദീൻ പാലത്താണ്. ഞങ്ങൾ തമ്മിൽ 30 കൊല്ലത്തിന് മേലെ പരിചയമുണ്ട്. ഞങ്ങൾ ആത്മമിത്രങ്ങളെ പോലെ കഴിയുന്ന ആൾക്കാരാണ്. ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഈ കാലം വരെ. അതെങ്ങനെയെന്നറിയോ? ആദർശപ്പൊരുത്തം കൊണ്ടാണ് ഞങ്ങൾ ഒന്നായത്. അത് പൊളിക്കാൻ ഇവിടെ ദുനിയാവിൽ ആര് വിളിച്ചാലും കഴിയില്ല. നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം ദ്രോഹിച്ച വ്യക്തികളിൽ ഒരാളാണ് ശംസുദ്ദീൻ പാലത്ത്. നിങ്ങൾ മനസ്സിലായില്ലേ? അദ്ദേഹത്തിനെതിരെ UAPA ചുമത്തുന്നതിൽ മുഖ്യമായ പങ്ക് വഹിച്ചിട്ടുള്ളത് ഇവിടെ വിസ്ഡത്തിന്റെ ആളുകളാണ്. ഞങ്ങളെ, അതായത് സക്കരിയ സലാഹിയുടെ നേതൃത്വത്തിലുള്ള ഈ സംവിധാനത്തെ പൊളിക്കുന്നതിന് വേണ്ടി ഒന്നാമത് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സാധനമാണ് UAPA. അദ്ദേഹം ഒരു ഇൻഡോർ പരിപാടി നടത്തിയപ്പോൾ ആ ഇൻഡോർ പരിപാടിയുള്ള ക്ലിപ്പ് ഈ ഉത്തരവാദപ്പെട്ടവരായ ആളുകൾക്ക് കൈമാറി അത് വികസിപ്പിച്ചെടുത്ത് UAPA ചുമത്തി അദ്ദേഹത്തെ ജയിലിലടക്കാൻ വേണ്ടി പണിപ്പെട്ടവരിൽ മുഖ്യ പങ്ക് വഹിച്ചവരാണ് ഇവിടുത്തെ വിസ്ഡത്തിന്റെ ആളുകൾ. ഞങ്ങൾ അതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പുറത്തു പറയാൻ പോവുക. അങ്ങനെ ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ ദ്രോഹവും കടുത്ത
പരീക്ഷണവും ഏറ്റ് കാലഘട്ടത്തിൽ അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി അഹോരാത്രം പണിപ്പെട്ടവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ കൂടപ്പുറപ്പിനെ പോലെ ഞങ്ങൾ സംരക്ഷിച്ച ആളാണ്. അങ്ങനെയുള്ള ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് വന്ന എന്തിനടിസ്ഥാനത്താണ്? ഇസ്ലാമിനുള്ള സ്നേഹം കൊണ്ടാണ്. നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഈ അമലി നിശാബ് തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഒരു അല്പമെങ്കിലും നിഷ്പക്ഷതയുടെ സമീപനമുണ്ട്. അവർ ഇസ്ലാമിനോട് കൂർ പുലർത്തുന്നവരാണ് എന്ന വിചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ കാലം വരേക്കും നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾ രണ്ടുപേരും ഇവിടെയുള്ള ഇസ്ലാമിക വിരുദ്ധ ശക്തികൾക്കെതിരെ ശക്തമായ ഘോരം ഞങ്ങൾ പ്രസംഗിക്കുകയും പ്രഭാഷണം നടത്തുകയും തെളിവ് ധരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടില്ല. അത് നിങ്ങളാരും കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിശുദ്ധത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വിടുവേല പണിയാണ്. അങ്ങനെ വിടുവേല പണി ചെയ്യുന്ന ആളുകളുടെ ഗ്രൂപ്പിലേക്ക് ഇനി ഞങ്ങളെ രണ്ടുപേരെയും ക്ഷണിക്കേണ്ടതില്ല. ഞങ്ങൾക്ക് പുതിയതായി ഗ്രൂപ്പ് ഉണ്ടാക്കാനോ അറിയാം, ഇവിടെ ചർച്ച കൊണ്ടുവരാനും ഞങ്ങൾക്കറിയാം. ഇനി മേലിൽ നിങ്ങൾ ആ പണിക്ക് നിൽക്കണ്ട. നിങ്ങളെ ഗ്രൂപ്പിൽ ഇപ്പോൾ ജിന്ന് പിശാചി വിഷയത്തിൽ പിന്നെ റുഖിയ ശറയുമായി ബന്ധപ്പെട്ട് ശംസുദ്ദീൻ പാലത്ത് ക്ലാസ് എടുക്കും എന്ന് നിങ്ങൾ അവിടെ പരസ്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ സമ്മതമല്ലാതെ ശംസുദ്ദീൻ പാലത്തങ്ങാനും നിങ്ങളെ ഗ്രൂപ്പിൽ ഇനി മേലിൽ പ്രസംഗിക്കുകയോ ഇനി മേലിൽ സംസാരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് കീറി എറിയും ബഷീർ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അന്ന് കീറി എറിയും ഞാൻ ആ ബന്ധം. 35 കൊല്ലത്തെ ബന്ധം കീറി ഞാൻ എറിയും. അത്രയും ദുഷ്ടന്മാരാണ് നിങ്ങൾ. ഈ ദുഷ്ടത്തരത്തിന് കൂട്ടു നിൽക്കാൻ ഞാൻ ഏതായിരുന്നില്ല ശംസുദ്ദീൻ പാലത്തിന് ഞാൻ ജീവനെടുത്തോളം സമ്മതിക്കുകയില്ല. ഇനി എന്നെ ധിക്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നതെങ്കിൽ അതോടുകൂടി ആ ബന്ധം കീറിയെറിയപ്പെടും, യാതൊരു സംശയക്കാര്യത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആളെ നോക്കാം. മനസ്സിലായില്ലേ? നിങ്ങൾ കുറെ കോളേജും സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഇവിടെ നടത്തുന്നുണ്ടല്ലോ. നിങ്ങളെ കൂട്ടത്തിൽ വലിയ വലിയ ഹോജാക്കന്മാരുണ്ടല്ലോ. എന്തേ നിങ്ങൾ വാട്സപ്പ് സമ്പാദനത്തിനൊന്നും ഇവിടെ കിട്ടാത്തത്? ഞങ്ങളെ പിന്നാലെ നിങ്ങളെ കുറെ കാലം നടക്കണ്ടല്ലോ. എന്തേ ഫൈസൽ മുസ്ലിയാർ നിങ്ങൾക്ക് കിട്ടാത്തത്? എന്തേ മാലിക് സലഫിയെ നിങ്ങൾക്ക് കിട്ടാത്തത്? എന്തേ മാസപ്പിറ വിഷയത്തിൽ നിങ്ങൾ ഇവരൊന്നും കൊണ്ടുവരാത്തത്? എന്തേ അതിനൊന്നും ആളില്ലാത്തത്? എന്തേ നിങ്ങൾ വിദേശത്ത് നിന്ന് ആളെ ഇറക്കുമതി ചെയ്യേണ്ടി വന്നത്? അതിന്റെ കാരണം എന്താ? നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങളുടെ നിലപാടിനെ സംബന്ധിച്ച് കേരളത്തിൽ ജനങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല. നിങ്ങൾക്ക് ഒരു നിലവാരവും ജനം കാണിക്കുന്നില്ല. നിങ്ങൾക്ക് നിലവാരം, നിങ്ങളെ നേതാക്കന്മാർക്ക് നിലവാരമില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് യാസിർ ബിൻ ഹംസയെ ഇറക്കുമതി ചെയ്യേണ്ടി വന്നത്. നിങ്ങൾ കൊണ്ടുപോവാ, നിങ്ങൾ കാണിച്ചു തരാം. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ എക്സ്പോസ് ചെയ്യപ്പെടും, യാതൊരു സംശയക്കാര്യത്തില്ല. മനസ്സിലായി നിങ്ങൾക്ക്? നിങ്ങളങ്ങനെ പേടിപ്പിക്കാൻ, ഞങ്ങളങ്ങനെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങൾക്ക് ഇവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.